नमस्कार जी, गुड मॉर्निंग। हमने कमरा बुक किया है। Beg your pardon? I have booked a room. My name is Mr. Mehta. Just a minute. हाँ। Mr. K. Mehta? हाँ जी, हाँ जी। Please, thank you. No. What was it? Hello, Tewar. வாயா வா உட்காரு. பயணமெல்லாம் நல்லா இருந்ததா? 2 நாள் முன்னாலே நான் உனக்காக ரூம் புக் பண்ணிட்டேன். அந்த ரூம் தான் வேணும் சொன்னேன். எப்படி புக் பண்ண தெரியுமா? அந்த ரூம் நம்பர் தான் உனக்கு லக்கி நான் சொன்னேன். எப்படி? இது உங்க ரிட்டர்ன் டிக்கெட்டும் அட்வான்ஸ் கொஞ்சம் மீதி பணம். நேரா ஆப்போசிட் ஹோட்டல்ல ஆப்போசிட் ரூம். நான் மத்தியானம் ஹைதராபாத் போறேன். நாளை காலையில பேப்பர்ல படிக்கலாம்ல? നമ്മൾ തമ്മിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ ദേവ.
എന്തായി? ഒന്നും ആയില്ല. ഓഹോ. ആ, എന്തായി? രാവിലെ തുടങ്ങിയ മീറ്റിംഗ് ആണല്ലോ. ഇതുവരെ നേതാവ് തെരഞ്ഞെടുത്തില്ലേ? ഓ, ഇതുവരെ ഒന്നും ആയില്ല. എന്താ പ്രശ്നം? വൈകുന്നേരം വരെ കഴുത്തുമുട്ടമായിരിക്കും മുഖ്യമന്ത്രി എന്നാ പറഞ്ഞു കേട്ടത്. ഓഹോ. മലബാർ ലോബിയിലെ ഒരു വിഭാഗം MLA-മാരുടെ സപ്പോർട്ടും അയാൾക്കുണ്ട്. പക്ഷെ കൊച്ചിക്കും തിരുവിതാംകൂറിനും അയാളെ വേണ്ട. പിന്നെ ആര് വേണമെന്ന് തീരുമാനമായിട്ടില്ല. അതാ വൈകുന്നത്. പാർട്ടി പ്രസിഡന്റ് കൈമളുടെ തീരുമാനം എന്താ? അയാൾ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാ. അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട്. അപ്പൊ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാവില്ലേ? ആദ്യത്തെ എഡീഷൻ ഇറങ്ങാറെ. സിറ്റി എഡീഷനിലെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ പേര് എന്തായി തീരുമാനിച്ചോ? KGR ആണോ? ഏതാണ്ട് തീരുമാനിച്ചോലൊക്കെ തന്നെ. വാർത്ത കൊടുക്കട്ടെ. വരട്ടെ, പാർട്ടി പ്രസിഡന്റ് വന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കും. അയ്യോ, അതെപ്പോഴാ? ഇപ്പൊ വരും. അതിനു മുമ്പ് ഞങ്ങൾ ഇച്ചിരി മാലയും ബൊക്കൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് കൂടെ പറഞ്ഞു. KGR അങ്ങനെ നിൽക്കുവോ? എന്താ കുഴപ്പം? 5 വർഷം നമ്മളെ ഭരിക്കാൻ അധികാരം കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കുക? കഴുത്തുപൊട്ടും അബൂബക്കറും പാപ്പച്ചനും ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, വാക്കോട്ടാണോ? എന്തിന്? എല്ലാം ഭംഗിയായി അവസാനിച്ചു. എല്ലാം ഒത്തുതീർപ്പിലെത്തിച്ചു. അപ്പോ കഴുത്തോട്ടം പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്ന്. ആരാണ്ട കുറുക്കൻ ഒട്ടുകൾക്ക് ഇഷ്ടത്തെ നോക്കണേ. ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വരണം. താൻ ഇങ്ങോട്ട് വന്നേ. തോന്നിയാസാണിത്. സുഹൃത്തുക്കളെ, കേരളദേശം പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി യുവതുർക്കിയായ ശ്രീമാൻ KG രാമേന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയായി ഇദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. മറ്റു മന്ത്രിമാരാരൊക്കെയാ? അതൊക്കെ പിന്നെ. നാളെ മുഖ്യമന്ത്രി മാത്രം സത്യപ്രതിജ്ഞ ചെയ്യും. കഴുത്തുമുട്ടം ഉണ്ടാവുമോ? അബൂബക്കറോ പാപ്പച്ചനോ? എല്ലാം 2 ദിവസം അറിയാം. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം എന്നായിരിക്കും? നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ. എന്താ അതുപോലെ? കഴുത്തുമുട്ടം കാരണം പാർട്ടി പിണരുമോ? കഴുത്തുമുട്ടമായിരിക്കും CM എന്നാണല്ലോ ആദ്യം കേട്ടത്. പിന്നെന്താ പെട്ടെന്ന് മാറിയത്? എന്തിന് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? രാമോന്റെ പേര് നിർദ്ദേശിച്ചത് തന്നെ എഴുത്തുമുട്ടമാണ്. അത് കൂടുതൽ എന്ത് വേണം? ഒന്ന് മാറിത്തരണേ, ഒന്ന് മാറിത്തരണേ. ഇതൊന്ന് ഇട്ടോട്ടെ. സാർ, ഒരു ഫോട്ടോഗ്രാഫ് വേണം. കഴുത്തുമുട്ടോ സാറുമായിട്ട്. സാറിന് വല്ല വിരോധമുണ്ടോ? എന്തിന്? അല്ല വസട്ടാ, ഇങ്ങ് വന്നേ. ഇവർക്ക് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണമെന്ന്. വാ. ഓ, അതിനെന്താ? 1 2 ഇഷ്ടം പോലെ ആയിക്കോട്ടെ. റെഡി സർ? സ്മൈൽ പ്ലീസ്. ഹലോ, റിസപ്ഷൻ പ്ലീസ്. ഹലോ, റിസപ്ഷൻ. ഉണ്ണിയാ? ഞാൻ വിശ്വം. ഞാൻ നാളത്തേക്ക് ഒരു ട്രിവാൻഡ്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതെനിക്ക് ഇന്ന് തന്നെ പോകണം. അല്ല, പോയേ പറ്റൂ. ബാംഗ്ലൂർ ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. വിഷു, താനിപ്പോ അയാളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. അയാളുടെ അവസ്ഥ അതാ. ഇന്നലെ രാത്രി തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുടിയോടുകൂടി. ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ രാജ്ഭവനിലേക്ക് പോകും? അതാ ഞങ്ങളും പോകാഞ്ഞത്. എന്താ സംഭവിച്ചത്? കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആവണേലും പൊതുവെ എതിർപ്പുണ്ടായി. പിന്നെ ആരോ KGRന്റെ പേര് സജസ്റ്റ് ചെയ്തു. ഭൂരിപക്ഷ MLA-മാർക്ക് അത് ഇഷ്ടമായി. വിശ്വം പേടിക്കൊന്നും വേണ്ട, അയാൾ നമ്മുടെ വയ്യം തന്നെയാണ്. നിങ്ങൾ എന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്കണം. 1 10 50 ലക്ഷമല്ല, 1.5 കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണത്. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? അതിലിപ്പോഴെന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത്? വേറെയും മന്ത്രിമാരില്ലേ? അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. കൈമൾ സാർ നിങ്ങളെ തഴഞ്ഞു.
കൈമർസ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഭൂരിപക്ഷം പേരും KGRനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? വിശ്വം സമാധാനമായിരിക്കുക. അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല. തന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞാൻ മനപ്പായസം കുടിച്ചു. കഴുത്തുമുട്ട മുഖ്യമന്ത്രി, എരിഞ്ഞോളി ഫിനാൻസ്, പാപ്പച്ചൻ റവന്യൂ, ഇപ്പോൾ 7ാം കൂലി, ആദ്യമായിട്ട് MLA ആയി, തലമുത്ത എല്ലാത്തിനെയും കടത്തി വെട്ടി മുഖ്യമന്ത്രിയുമായി. അത് കളിയുന്നേ. അതിപ്പോ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞളിക്കാൻ ഒക്കെ ശരിയാവും. ഇവിടെ പോന്നാട്ടെ. എന്താ മനസ്സിലായത്? ഇങ്ങനെയൊക്കെ വേണം. മന്ത്രിയായിട്ട് ആദ്യം വീട്ടിലേക്ക് വരികയല്ലേ? ആ വാ. വായിരിക്കും. വേണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പോയാലെങ്ങനെ? ആഹാരം കഴിച്ചിട്ട് പോവാം. ഇത്രയും പേർക്ക് പെട്ടെന്ന് വേണ്ട സർ. എന്താ താനെന്താ വിളിച്ചത്? KGR പഴയ KGR തന്നെയാ. നമ്മുടെ ഇടയിൽ ഈ സാറൊന്നും വേണ്ട. ചപ്പാത്തി ആവുമ്പോ വേഗം നടക്കും. കുറച്ചുകൂടി മാവ് ഒഴിക്കും. എന്തിനാ വത്സല എന്നെ വിളിച്ചത്? ഗോപിട്ട, ഇന്ന് ശനിയാഴ്ച ഇറച്ചി മീനൊന്നും പതിവില്ല. പച്ചക്കറിയേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടുകാർ ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ ധാരാളം മതി. പച്ചക്കറി വേണ്ടാത്തവന്മാർ അമ്മരുടെ വീട്ടിൽ പോയി തന്നെ. അല്ല പിന്നെ വേണ്ട ഗോപിട്ട. ഏയ് സാരമില്ല, ഞാനും കൂടെ സഹായിക്കാം. വേഗം ആകുമല്ലോ. ഇന്നവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എവിടെ? രാജ്ഭവനിൽ. അയ്യോ, ഉണ്ടായിരുന്നോന്ന്. ഈ പട്ടണം മുഴുവൻ ഉണ്ടായിരുന്നു. ഗവർണർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഗവൺമെന്റ് സെക്രട്ടറിമാര്, അങ്ങനെ ആരല്ല. വത്സല ഇതൊന്നും TV കണ്ടില്ലേ? ഇല്ല. ഇവിടെ TV ഉണ്ടായിട്ട് വേണ്ടേ? പലരും വത്സലയുടെ കാര്യം ചോദിച്ചു. ചോദിച്ചോ? എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചേട്ടന് ഒന്നും ഇഷ്ടമാവില്ല. എന്താ ആലോചിക്കുന്നത്? ഇന്നത്തോടുകൂടി എന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ ഒരാവേശത്തിന് കയറിയങ്ങ് സമ്മതിച്ചു. ഇപ്പോ വല്ലാത്തൊരു പേടി. അതെന്താ? അതങ്ങനെയാ. ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം, സംസാരിച്ചു കഴിഞ്ഞാൽ പേടിക്കണം, പ്രതിപക്ഷത്തെ പേടിക്കണം, ഭൂരിപക്ഷത്തെ പേടിക്കണം, ജനങ്ങളെ പേടിക്കണം. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യേണ്ടി വരും. അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ, പ്രോട്ടോകോൾ, കൃത്രിമമായ ബഹുമാനം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങൾ, അങ്ങനെ പലതും. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വീകരിച്ചത്? അധികാരവും പദവിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല. സമാധാനം വേണം. എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നൊരു കാര്യം, ഡേറ്റിനകത്ത് ഒരു രാജിക്കത്ത് എഴുതി വെച്ചിട്ടാ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതെന്താ ഇവരൊക്കെ ഇവിടെ? അല്ല സാർ, എസ്കോർട്ട്, സെക്യൂരിറ്റി. അയ്യോ, എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട, പൊയ്ക്കോ. അയ്യോ സാർ, അത് ഐജിയോട് ഞാൻ പറഞ്ഞോളാം, പൊയ്ക്കോ. യെസ് സാർ. പോവാം. ഇച്ചിരൂടെ നീങ്ങേ. എന്തിനാ മുമ്പിൽ തിരക്കുന്നത്? ഇവിടെ കയറിയോ? ഇതൊക്കെ തന്റെ സായിപ്പന്മാര് വരുമ്പോ ചെയ്താൽ മതി. എന്നെ കാണുമ്പോ ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഐ എം രാജഗോപാലൻ, ചീഫ് സെക്രട്ടറി. അറിയാം. പ്ലീസ് കം. മീറ്റ് മിസ്റ്റർ ഷൺമുഖ സുന്ദർ, ഹോം സെക്രട്ടറി. മിസ്റ്റർ ജഗന്നാഥൻ, റവന്യൂ സെക്രട്ടറി. മിസ്റ്റർ ജെയിംസ്, ഫൈനാൻസ് സെക്രട്ടറി.
Mr. Cherian, Law. Mr. Hamid, Industries. Mr. Ravindran, Health Services. Mr. Alex, Civil Supplies. Mr. Peter, Agriculture. Mr. Rajan, Fisheries. IG, Law and Order. DIG, Crimes. Sir, ചിലർ ടൂറിലാണ്, ചിലർ ലീവിലും. വെരി ഗുഡ്. വെൽ ജെന്റിൽമെൻ, നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു പുതുമുഖമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആർ യു ഫ്രീ നൗ സർ? യെസ് സർ. എന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നത്? വരാം സർ. Then please come. Please take a seat. Thank you. താങ്കളുടെ ഓഫീസ് ടൈം എങ്ങനെയാണ്? 10 to 5. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തണം. ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ഐ വിൽ ബി പ്രസന്റ് ഇൻ മൈ ഓഫീസ് ഫ്രം 8 o'clock in the morning till 8 o'clock in the evening. അതായത് രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമായിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന സമയം. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? യെസ് സർ. മൊത്തത്തിൽ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ആരംഭം തലപ്പത്തു നിന്നാവട്ടെ. ആദ്യമായി എനിക്കറിയേണ്ടത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. എപ്പോൾ തരാൻ സാധിക്കും? Sir, within 2 days? No. I want it tomorrow and I must get it. Yes, sir. Thank you. You may go. താനിങ് വന്നേ. എന്താ സർ? എപ്പോഴാണോ പ്രസ് കോൺഫറൻസ്? പ്രസ് കോൺഫറൻസ് അതിപ്പോ പ്രസ് കോൺഫറൻസ് എപ്പോഴേലും വെക്കാവല്ലോ. ആഹാ. പിന്നെന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാം? നോക്കൂ. പ്രോഗ്രാം ഞാൻ ചോദിച്ചിട്ട് പറയാം. അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് പാടൂ. വിശ്വം, പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മുടെ കണക്കൂട്ടിൽ അല്പം തെറ്റി. സാരമില്ല, മാനേജ് ചെയ്യാം. ബാക്കി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തു? ഒന്നും ആയിട്ടില്ല. ഇന്നും നാളെ ഒക്കെ ആയിട്ടേ ആവും. അതല്ല, ഈ മന്ത് എൻഡിൽ എക്സൈസ് ഓപ്ഷനാ. നമുക്ക് പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ കഴിയും. വിശ്വം ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. KGR നമ്മുടെ പയ്യനല്ലേ, അവൻ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും. അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഭരണരീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? തീരുമാനമായിട്ടില്ല. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ? ആ, അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതുമുണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കാം. പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും. ഞാനല്ല, ബെർട്രാൻഡ് റസൽ പറഞ്ഞതാ. പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ? പലരെയും കൊള്ളിച്ചാണ് സാർ ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരു അയോഗ്യതയാണോ? അല്ല. എന്ന് വെച്ച് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണിത്. സാറിന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല.
ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കണ്ട. പിന്നെ കുറച്ചു ദിവസം KGR ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും, വാട്ട് യു കോൾ എ ചേഞ്ച്. അത് കഴിഞ്ഞാൽ അതും ഒരു പഴയ അധ്യായമായി മാറും. അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക, എന്നോട് സഹകരിക്കുക. നമസ്കാരം. കൊട്ടാരം പോലത്തെ വീട്, കൊട്ടാരം പോലത്തെ വീട്. അയ്യോ, മനസ്സിലായി. ഡയറി ഡയറി സൂക്ഷിച്ച്. ഉണ്ട് ചെരുപ്പ്. വരൂ മാഡം, അയ്യോ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ആഹാ. അയ്യോ, AC. നിലവിളക്ക് നിലവിളക്ക്. അപ്പുറത്ത് 2 ബെഡ്റൂം കൂടി ഉണ്ട്. മനസ്സിലെ TV TV. അത് ടോയ്ലറ്റ് ആണ്. എവിടെ? ഇത് ഓഫീസ് റൂമിനേക്കാൾ ഗംഭീരമായിരിക്കുന്നല്ലോ. ശ്ശോ, ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ? അതെ അതെ. ഇതെന്താ? ഇത് വെള്ളം ചൂടാക്കാനുള്ളതാ. ഇവിടെ കാപ്പി ഇടുന്നേ? അല്ലല്ല, ഇത് മീൻ വളർത്താനുള്ളതാ? ഇല്ല, ഇത് ബാത്ത് ഡപ്പാ, കുളിക്കാനുള്ളതാ. ആഹാ. ഹലോ, ഈ ഷവറ കുളിക്കാനുള്ളതാ. എന്താ ഇത്? ഞാനേ മുഖം ഒന്ന് ഒഴിയതാ. ഗോപിയേട്ടൻ എല്ലാ റൂമും കണ്ടോ? ഹലോ, ഹലോ, ഇതിൽ STD ഉണ്ടോ? ഇപ്പോഴില്ല, ഉടൻ തന്നെ കണക്ട് അവിടെ ചെയ്യും. തന്നെ കണക്ട് ചെയ്യണം. എനിക്ക് AC STD ഉറക്കം വരത്തില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1-2 ബംഗ്ലാവ് കൂടി ഉണ്ട്, അതുകൂടി കാണാം. വേണ്ട വേണ്ട, ഇത് തന്നെ മതി. ഇത് തന്നെ മതി. വേണ്ട, ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഒരു വീട്ടിലേക്ക് മാറുന്നില്ല. എന്തിനാ എത്ര വാശി? നമ്മൾ ചോദിച്ചൊന്നും അല്ലല്ലോ. വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇവിടെ താമസിച്ചുകൊണ്ടുള്ള ഭരണമൊക്കെ മതി. വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഈ വീട് തന്നെ മതി. അതാ നല്ലത്. ഇതുപോലെ പല ആഗ്രഹങ്ങളും തോന്നും, അതൊക്കെ മുളയിലെ അങ്ങ് നുള്ളിക്കളയുന്നതാണ് നല്ലത്. ഞാനെല്ലാം കേട്ടു. മനസ്സിലേ, ഇതിനൊക്കെ ഒരു യോഗം വേണം. കൊട്ടാരം പോലത്തെ ഒരു വീട്, ബെഡ്റൂമിനൊക്കെ എന്താ വലിപ്പം. കാർപ്പറ്റ്, AC, ടെലിവിഷൻ, സ്പ്രിംഗ് കട്ടിൽ. ബാത്റൂമിലോ കുളിക്കാൻ കെട്ടുവെള്ളം പോലൊരു ടബ്, ചൂടുവെള്ളോ പച്ചവെള്ളോ, എന്താ വേണ്ടത്? അതിന്റെ അടുക്കളയുടെ അത്ര വലിപ്പമില്ല ഈ വീടെല്ലാം കൂടെ ചേർത്ത്. എന്തിനധികം പറയുന്നു, അട്ടേ പിടിച്ച് മെത്തേ കിടത്തി. ഹലോ, എന്ത് വേണം? എന്ത് വേണം? മണി 11:30. സ്റ്റാഫെല്ലാം എത്തിയില്ലേ? ചിലർ ലീവാണ് സർ. തഹസിൽദാർ വന്നിട്ടില്ലേ? ട്രാൻസ്ഫർ ആയി. പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല. അറ്റൻഡൻസ് രജിസ്റ്ററോടെ ഇതാ. രാധാകൃഷ്ണൻ. ഞാനാ സർ. ശാന്ത. അതാണ് സർ. ചന്ദ്രപ്പൻ. പീറ്റർ. വന്നില്ല സർ. കൃഷ്ണൻകുട്ടി. അതാ. റോസമ്മ, മുഹമ്മദ്, രവീന്ദ്രൻ, ആന്റണി. മൊത്തം 5 പേര് വന്നിട്ടുണ്ട്. ഇതിൽ 9 പേരും പ്രസന്റ് ആണല്ലോ. വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത്? സർ, അതവർ ചായ കുടിക്കാൻ പോയതാ. എവിടെ?
ക്യാൻറ്റീനിൽ. എവിടെയാ ക്യാൻറ്റീൻ? അവര് വന്നിട്ടില്ല സർ. നോട്ട് എവറിത്തിങ്. യെസ് സർ. ടേക്ക് സ്റ്റേൺ ആക്ഷൻ. ശരി സർ. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ശരി സാർ. അത് നമ്മുടെ പീറ്റർ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ കീഴിലുള്ള. ഓഹോ. സസ്പെൻഡ് ഹിം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. ശരി സാർ. എടോ കഴുത്തുമുട്ടും, തന്നോട് ഞാൻ പറഞ്ഞതല്ല ആ പീറ്ററിന്റെ കാര്യത്തിന് സി എമ്മിനെ കാണാൻ പോണ്ടാന്ന്. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പീറ്റർ പാർട്ടി പ്രവർത്തകനാ, അസോസിയേഷന്റെ സെക്രട്ടറി. അയാൾ ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായില്ലേ? ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാനും കാണിച്ചു കൊടുക്കാം. എന്റെ നാക്കൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. സാർ ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. ആ മോനെ, എനിക്കൊരു മീഡിയം ചായണം. ശരി സാർ. താനാ പാർട്ടി ഓഫീസിലേക്കൊന്ന് വിളിച്ചേ. ഇനിയും കഴിഞ്ഞില്ല ഒരു മുട്ടിഞ്ഞ എക്സിക്യൂട്ടീവ്. എത്ര വിളിച്ച് കിട്ടണ്ടേ? എപ്പോ നോക്കിയാലും എൻഗേജ്. ഇതാ ഇപ്പോഴും എൻഗേജ്. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആരും ശല്യപ്പെടുത്താതിരിക്കാൻ. പടച്ച തമ്പുരാനെ, വെള്ളം കൂടി മാണ്ടേ. ഇക്കണക്കിന് വേഗം പോയി കിട്ടും. KGR-ന്റെ കൂടെ എത്ര മെല്ലമാരുണ്ട്? ഒരു 50 ആള് കാണും. പിന്നെ നമ്മളെ കൂടെ ഒരു 15 പേര്. പിന്നെ ഒന്നിലും പെടാത്ത ഒരു 10-15 പേര് അവിടെ ആയിട്ട് കാണും. ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുത്തത് ഞാനാ. താനോ? തനിക്ക് എവിടെ തന്റെ തറവാട്ട് സ്വത്തോ അതോ അമ്മായി അപ്പന്റെ സ്ത്രീധനോ? ഇതാ ഇവരൊക്കെ തന്നെ താൻ വീതിച്ചു കൊടുത്തു. അതിന് നല്ലൊരു വെട്ട് താൻ പറ്റിയില്ലേ? എറിഞ്ഞോളി. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? ചിക്കമംഗളൂര് മൈസൂരൊക്കെ പിന്നെ എസ്റ്റേറ്റ് എടുക്കാൻ എവിടുന്ന പൈസറ്റ്? ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം? ഓ, ഇപ്പൊ തനിക്കൊന്ന് സൂചിച്ചു KGR-നെ അല്ലേ? സുഖിച്ചിട്ടൊന്നല്ല, നമ്മള് മാത്രം ആവുമ്പോഴെങ്കിലും ഒന്ന് സത്യം പറഞ്ഞൂടെ? പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ. കൃഷ്ണമാരാർ വാണിജ്യം, അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റിയും, കൃഷ്ണകുമാരി വിദ്യാഭ്യാസം, KT ജോസഫ് സാമൂഹ്യ വികസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. 6ാമത്തെ മന്ത്രി 2 പേരുണ്ട് ചോയ്സ്. കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ. ഏതൊക്കെയാ വകുപ്പുകള്? കലാ സാംസ്കാരികവും സ്പോർട്സും. അവന്റെ അമ്മയുടെ നായകെടുക്കും ആ വകുപ്പ്. 5-8 കൊല്ലം മന്ത്രിയായിരുന്നതിന്റെ തലമ്പ് എന്റെ ആശ്രമത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ. ബാക്കിയുള്ള വകുപ്പുകളോ? 3 മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും. തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇതൊക്കെ കൈമൽ സാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. കൈമൽ സാറിന് ഒന്നും പറയാനില്ലേ? ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടും. അബദ്ധം കാണിക്കരുത്. ഇന്നലെ കണ്ട KGR അല്ല ഇന്ന്. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. കഴുത്തുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാളത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു. കഴുത്തുമുട്ടത്തെ യാതൊരു ആവശ്യമില്ലാത്ത പോലെ. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം, ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെക്കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പോകുന്നു. ഞാനും ഉണ്ട്. മധ്യനയത്തിൽ വല്ല തീരുമാനം ഉണ്ടായോ? ഇല്ല, ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാകുമെന്ന് തോന്നില്ല. കൂടാതെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകും. അങ്ങനെ ഒന്നുണ്ടായാൽ വിശ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ.
കൈമൾ സാറ്, ഇനിയും ആലോചിക്കാം, വരട്ടെ, നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല. ചന്ദ്രശേഖര അമ്പരം നോക്കുകയായിരുന്നു. എന്റെ പ്രേമത്തിന്റെ അന്ത്യത്തെപ്പറ്റി, അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി തനിക്ക് നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷകളെ പറ്റി. ഇതാ ശരിയായിട്ടുണ്ട് സാർ. ഹലോ, കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇതാ പോലീസ് സ്റ്റേഷനോ? തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ? അപ്പൊ കണ്ണൂരും അല്ലേ? എന്താണോ ഇത്? എസ്റ്റേഡി വിളിച്ചിട്ട് ലോക്കൽ ആണല്ലോ കിട്ടുന്നത്. ഞാനൊന്ന് എക്സമിലോട്ട് വിളിച്ചു ചോദിക്കാം സാർ. ഹലോ, ആ എക്സഞ്ച് അല്ലേ? എന്തായി? മൃഗാശുപത്രിയാണ് സാർ. തനിക്കും കൂടെ എവിടെ കാണുമ്പോ കിടക്കാൻ പറ്റായിരുന്നോ? എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത്? എന്റെ ദൈവമേ, മിനിസ്റ്റർ കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ. ആ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ട് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ അറിയിക്കാൻ പറയാം. ഹലോ 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 ഹലോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇത് സി എമ്മിന്റെ വീട്ടിലാണ്. അയ്യോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ല, ഇത് സി എമ്മിന്റെ വീടാ. എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ് ആണോ തന്റേത്? കണ്ണൂർ വിളിച്ചാൽ തമ്പാനൂര് കിട്ടും, എക്സ്ചേഞ്ച് വിളിച്ചാൽ മൃഗാശുപത്രി കിട്ടും, ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ ഫോണിൽ കിട്ടും, ആ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഈ ഫോണിൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ മിണ്ടരുത്. എനിക്ക് 1 മണിക്കൂറിനകത്ത് കണക്ഷൻ റെഡിയാക്കി തരണം. പോകോ. ഓ, ആ. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ? സാർ, അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല സർ. അല്ല, ഉണ്ട് സർ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവണ്ടിയെ കുറിച്ചും കയറിനെ കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓഹോ. തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ മൂലധനം, ഇപ്പോൾ 96 ലക്ഷം രൂപ കടം. ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ, 2 PA, സെക്രട്ടറി, 4 സയന്റിസ്റ്റ്, പിന്നെ കുറെ സ്റ്റാഫും. അവർക്കൊക്കെ ഒരു ജോലിയില്ലാതെ 2 വർഷം ശമ്പളം, പിന്നെ കുറെ ധൂർത്തു. എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി? എവിടെയൊക്കെ പോയി? അത് 2 പ്രാവശ്യം റഷ്യ, 1 പ്രാവശ്യം ചെക്കോസ്ലോവാക്യ, പിന്നെ അമേരിക്കയും യൂറോപ്പും ഓരോ പ്രാവശ്യം. ഭംഗിയായി നടത്തി, വിത്ത് ഫാമിലി. അതെ സർ. പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ സർ. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു. സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനി എത്ര മാസം കൂടെ ഉണ്ട്? 8 മാസം. ഇനി വീട്ടിലിരുന്നാൽ മതി. പേടിക്കണ്ട, പിരിച്ചുവിടലൊന്നുമല്ല. റിട്ടയർമെന്റ് ആകുന്നത് വരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും. സാറ് ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ്. ശരി. സാർ, സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ്, റിലേറ്റീവ് ആണ്. കൈമൾ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചെന്നിരിക്കും. ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ? പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ. കോർപ്പറേഷൻ ഭരിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചു കൂടിപ്പോയി. ഇത്രയും വേണ്ടായിരുന്നു. നീ അടുക്കള ഭരിച്ചാ മതി. ഏറി വന്നാൽ ഈ ഡൈനിങ് ടേബിൾ വരെ. അതിന് ഞാൻ അതെ, ഒന്നും പറയണ്ടെന്നാ പറഞ്ഞത്. ഗോപിക്കുട്ടാ, എടോ ഗോപിക്കുട്ടാ, എന്തോ? അയാൾ എന്തിനാ ഇവിടെ വന്നത്? ആരാ? ആ IRM ചെയർമാൻ കൈമള്. ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നല്ലേ എന്നെ ഓഫീസിൽ വെച്ച് കണ്ടാൽ മതിയെന്ന്. ഇവിടെ ചോദിച്ചിട്ടാ വിട്ടത്. ശരി, താൻ പോയിക്കോ. വത്സലേ, വത്സലേ. ആഹാ, അപ്പോഴത്തേക്കും കരഞ്ഞു. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ മുഖവും കണ്ടുകൊണ്ട് പോയാ എന്റെ ഇന്നത്തെ ഒരു ജോലിയും നടക്കും. വാ, വല്ലതും താ.
എനിക്ക് പോകാൻ നേരമായി. മിനിസ്റ്റർ സ്ഥലത്തുണ്ട്. നാളെ കൊല്ലത്തേക്ക് പോകും. ഉടനെ തന്നെ മടങ്ങി വരും. ഇല്ല, വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ആ ഇല്ലേ? ഉണ്ട്. ആ, പ്രസിഡന്റിന്റെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം നടന്നു. IRMs ലിക്വിഡേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ RJ കൈമൾ, എന്റെ ഒരു അകന്ന ബന്ധു, ഇനി ഒരു 8 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം. ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. മുള്ളിയാത്തെറിച്ചൊരു ബന്ധം മാത്രമേ എനിക്ക് അയലുമായിട്ടുള്ളൂ. വേറെ ചിലത് കൂടി ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രായോഗികമല്ലാത്ത 34 കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ, കായികമേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക, ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടിക്കൊടുക്കാതിരിക്കുക, അങ്ങനെ പലതും. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്. നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറെ MLA-മാർക്ക് ജോലിയില്ലാതാകും. ആ, ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ ഭരിക്കലല്ലോ പണി. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യനയത്തെ കുറിച്ച് പൂർണ്ണമായൊരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടല്ലോ. വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും, ചാരായത്തിന്റെ പുതിയ ലൈസൻസിംഗ് സിസ്റ്റവും, പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കുത്തക മുതലാളിമാരുടെ നട്ടലൊടിക്കും. നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കും അത്. പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട്. ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ്. ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു. ആ കൂട്ടത്തിൽ ഈ മദ്യമുതലാളിമാരും പെടും. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമുന് മനസ്സിലായി കാണുമല്ലോ. കൈമൾ സാറേ, ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല. ഒന്നുകിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ, അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം. ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയൂ. ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല. കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെന്റോ അനുവദിച്ചുകൂടാ സാർ. ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിന് വളമാകും. ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ. 2 മാസം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. നീ ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ച് നിന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ന് ഞാനത് ദുഃഖിക്കുന്നു. சரி, அப்படி ஒரு ஆள் இருக்கு. அவன் எப்படி காண்டாக்ட் பண்றதுன்னு எனக்கு தெரியாது. அதுமல்ல, நான் நாளை மலேசியாக்கு போறேன். தேவர், நீங்க எப்படியாவது என்னை ஹெல்ப் செய்யணும். அത്ര சீரியஸான விஷயம். ப்ளீஸ். சிஎம் என்ன பெரிய ரிஸ்கம்மா. அவன் பெரிய அமௌண்ட் கேட்பான். കൊടുക്കാൻ തേവരെ. തേവർ അഡ്രസ് തന്നാ മതി, ഞാൻ പോയി കണ്ടോളാം. அட்ரஸ் கொடுக்க முடியாது. പിന്നെ എന്നാ ചെയ്യണം? வெயிட். அயோக்கிய பசங்க எப்ப பார்த்தாலும் இப்படிதான். நீ உட்காரு, நான் எப்ப வரேன். இதோ வந்துடுறேன். ஹலோ, இது மெட்ராஸ்ல முன்னாடி தான் பேசுறேன். ஆமையா,
വിശ്വൻ, അതെ. ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്. എവിടെ കാണാം? നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം. ആളെ എങ്ങനെ അറിയും? ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വിശ്വം, നിങ്ങൾ? അതെ, തേവറിനോടെല്ലാം പറഞ്ഞു. എനിക്ക് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയോ? യേസ്. റിസ്ക് കൂടുമ്പോ കോസ്റ്റും കൂടും. ഇത്രയും വലിയൊരു തുക ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം, ഇതിൽ ബാർഗൈനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. മുഴുവൻ തുകയും അഡ്വാൻസ് ആയി കിട്ടണം. That too in cash. എന്താ നിങ്ങളുടെ പേര്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം. ശരി, മിസ്റ്റർ ഗോമസ്, തെറ്റിദ്ധരിക്കരുത്. തുറന്നു ചോദിക്കാൻ, ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. പൈസയും വാങ്ങി നിങ്ങൾ കടന്നു കളഞ്ഞാൽ? 1.5 കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത്? എന്ത് രേഖയുണ്ടായിരുന്നു? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏതായാലും ഞാൻ അത്രയും വഷളനല്ല. ഞാൻ ഇതിന്റെ ഇരട്ടി ചോദിച്ചാലും നിങ്ങൾ തരും. നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ബെറ്റർ യു ടേക്ക് ദ റിസ്ക്. മിസ്റ്റർ ഗോമസ്, ഈ ഡീൽ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും? വാട്ട്സ് യുവർ പ്ലാൻ? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. Sit here. Excuse me, I want one room. We have no one room, only double room. Darling, they have no one room, only double room. Take that. Give that. ₹300 advance. Darling, they want 300 rupees advance. Give it. I will give you. What? No tips. Go. Go da. ഓ, എന്തൊരു ചൂട്, വല്ലാത്ത ഉഷ്ണം. മോളാ ഫാൻ എന്നിട്ടേ. മോളെ, അപ്പച്ചനെ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ദേ സൂക്ഷിച്ചു വേണം, അബദ്ധമൊന്നും കാണിക്കരുതേ. നീ സമാധാനായിട്ടിരിക്കി, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക.
ഹലോ